ആ പ്രതികളെ പിടിക്കാനും ശക്തമായ നടപടികൾ ഉണ്ടാവാനും അതിനുവേണ്ടി കൃത്യമായി ഇന്നലെ മുതൽ പ്രതിഷേധമായാലും പ്രക്ഷോഭമായാലും നിൽക്കുന്നവരാണ് ഞങ്ങൾ. എന്നിട്ട് മന്ത്രി പറയുന്നത് എന്താ അവസരം മുതലാക്കിയതാണോ അതല്ലെങ്കിൽ അവസരം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ മന്ത്രി ചോദിക്കുക. അതൊരു കുറ്റകൃത്യമാണ്. അത് അപകടകരമായ ഒരു കുറ്റകൃത്യമാണ്. പലരുടെയും ജീവൻ ഇതിനോടകം തന്നെ പൊലിഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പോലീസ് ആ നിലയിലാണ് മുൻപോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട വനമന്ത്രി എന്തോ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞു കേട്ടോ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. പക്ഷേ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കാര്യം എന്താണ്? ഒരു പാവപ്പെട്ട 15 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന എന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്? സർക്കാർ ഇതിനെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്നു എന്നുള്ളതാണ് സത്യം. മന്ത്രിയും അത് വോട്ടാക്കാൻ രാഷ്ട്രീയം കളിക്കുകയാണ്. എന്ത് ഗൂഢാലോചന? മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും കമ്പി വെക്കുമോ? അത് പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ചതാണോ എന്നുള്ളത് പരിശോധിക്കണം. അല്ല വന്യമൃഗ ശല്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാണോ എന്ന് പരിശോധിക്കണം. ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സർക്കാർ ഇതിൽ ഇടപെടാത്തത് കൊണ്ടാണ്.